ഈ തിരക്കുമായി ബന്ധപ്പെട്ട് EP ജയരാജൻ തോമസ് ഒരു കച്ചവടം നടന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ പാർട്ടി കൊണ്ടുവരാൻ ശ്രമം നടന്നു, അതിനൊരു പൈസ ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ. അതൊക്കെ നേരിട്ട് ആ ആൾക്കാരോട് എന്തെങ്കിലും ചോദിച്ചൂടെ? എന്നോട് എന്തിനാ ചോദിക്കും? അല്ല, എൻ്റെ കാര്യം, ഞാൻ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊന്നിലും ഒരു താല്പര്യമില്ല. നിങ്ങൾക്ക് ഉടനെ അന്വേഷിക്കേണ്ടത് EP ജയരാജൻ. അതാ ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിച്ചോ, എനിക്ക് വിരോധമില്ല. അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ബന്ധപ്പെട്ട ആളുകളോട് ചോദിക്കുക. ഞാൻ പറയുന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും, യാതൊരു സംശയം വേണ്ട. വീണ വായിച്ച ഒരു നീറോ ചക്രവർത്തിയെക്കുറിച്ച് മലയാളികളെല്ലാവരും കേട്ടറിവുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങൾ വേനൽ ചൂടിൽ പാടത്തും പറമ്പത്തും ഒക്കെ വീണ് മരിക്കുമ്പോൾ പിണറായി വിജയൻ മക്കളെയും കൊച്ചുമക്കളെയും മകനെയും കുടുംബാംഗങ്ങളെയും ഒക്കെ കൂട്ടി ബീച്ച് ടൂറിസം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും പോയിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, 19 ദിവസം ഇവരെല്ലാവരും കൂടി 3 വിദേശ രാജ്യങ്ങളിൽ വിനോദസഞ്ചാരം നടത്താനുള്ള വരുമാന സ്രോതസ് എന്താണ്? അതെവിടെ നിന്നാണ് വരുന്നത്? അതാരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്? ആ സ്പോൺസർ ചെയ്ത ആരാണ് എന്ന് അദ്ദേഹം ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. അദ്ദേഹം പറയണമെന്ന് നിർബന്ധമില്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞാലും മതി. രണ്ടാമത്തെ കാര്യം, 19 ദിവസം മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും കേരളത്തിലില്ല. ഈ ചുമതല, മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും ചുമതല, അത് ആർക്കാണ് കൈമാറിയിരിക്കുന്നത്? ഒരു മുഖ്യമന്ത്രിയും സംസ്ഥാനത്തെ ഒരു മന്ത്രിയും ആർക്കും ചുമതല കൈമാറാതെ അങ്ങ് തോന്നിയ പോലെ ഇറങ്ങിപ്പോവുക എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ നിരുത്തരവാദമല്ലേ? അല്ല, അനുമതി നിഷേധിക്കാൻ വിദേശകാര്യ വകുപ്പിന് അധികാരമില്ല. വ്യക്തിപരമായിട്ട് ഒരാൾ പോകുന്നതിന് കേന്ദ്ര സർക്കാരിന് തടയാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ വന്നത്.